MPV സെഗ്മെന്റിൽ പകരക്കാരില്ലാത്ത ഒരേ ഒരു രാജാവ്, അതാണ് ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ഇന്ന് അലീഗഡിൽ എത്തിയിട്ടുള്ളത് 2017 രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയുമായിട്ടാണ്. റീ രജിസ്ട്രേഷൻ വാഹനമാണ്, നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് NOCയുടെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ടെൻഷനൊന്നും വേണ്ട. നമ്പർ ആയിട്ടുണ്ട്. ഇനി എടുക്കുന്നവർക്ക് പേരിലേക്ക് മാറ്റുന്ന മാത്രം പണിയുള്ളൂ. ഫിനാൻസ് ചെയ്യുന്നവർക്ക് ഫിനാൻസ് ചെയ്യുക, അല്ലാണ്ട് യാതൊരു ടെൻഷനൊന്നും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പേരിൽ വേണ്ട. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നോക്കണമെങ്കിൽ 2017 രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓണർഷിപ്പ് നോക്കണമെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അവിടെയും ഒരാളാണ്, ഇവിടെയും ഒരാളാണ്. ഇനി ഓടിയിട്ടുള്ള ഓട്ടം നോക്കണമെങ്കിൽ 2,15,000 കിലോമീറ്ററാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. റീ രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ 90% വാഹനങ്ങൾക്കും മെയിൻ ക്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കും. എന്നാൽ നമ്മളെ വാഹനത്തിനും അങ്ങനെ തന്നെ ഉണ്ട്. അതൊരു പ്രത്യേകത അല്ല. കാരണം എന്താ വെച്ചാൽ റീപ്ലേസ് ഇല്ലാത്ത ഒരു റീ രജിസ്ട്രേഷൻ വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റയറാണ്. കിട്ടാതിരിക്കില്ല കേട്ടോ, കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിനും മെയിൻ ക്ലാസ് ഓൺലി റീപ്ലേസ്ഡ് ആണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഇൻറ്റീരിയറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ മെയിൻറ്റൈൻ ഉപയോഗിച്ചുകൊണ്ട് പക്കാ ക്വാളിറ്റി ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയറാണ്. നല്ല ലെതറിൻ്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നൽകിയിട്ടുണ്ട്. AC കാര്യങ്ങളൊക്കെ പക്കയാണ്. അതുപോലെ തന്നെ എയർ ബാഗ്, ABS. ഇനി റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്ലീൻ നീറ്റ് ആയിട്ടുള്ള റൂഫ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി സൈഡ് ഭാഗത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ നല്ല റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിക്ലിങ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡോർ ഹാൻഡിലിനും ഒരു നിക്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ ഡിക്കി സ്പോയിലർ നൽകിയിട്ടുണ്ട്, ഡീഫോഗർ, അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ് വൈഫർ, ആ ഒരു കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 4 ടയറും ഒരു 50 ആൻഡ് എബോവ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇനി ഇൻഷുറൻസിൻ്റെ കാര്യമാണ് നോക്കുന്നതെങ്കിൽ നിലവിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. നമ്മളൊരു പുതുപുത്തൻ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ഈ ഒരു വാഹനത്തിന് എടുത്തു തരും. സെക്കൻഡ് കീയും സർവീസ് ബുക്കും അതുപോലെ തന്നെ മേജർ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന് അലീഗഡ് ആസ്ക് എന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,75,000 രൂപയാണ്. അതിനുള്ളൊരു മുതൽ ഇതുണ്ടേനും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഇതേ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളി. കിട്ടാത്തോണ്ടെങ്കിൽ വാട്സപ്പ് അയച്ചോളി. നിങ്ങൾക്ക് ഈ ഒരു വാഹനം പറ്റിയില്ലേ, നമ്മൾ താഴെ കൊടുത്തുള്ള അലീഗഡ് എന്നുള്ള ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമായി നമ്മളിതേ വീണ്ടും വരും.